എന്നാലും അനുമോൾ ഇത്രയും കഷ്ടപ്പെട്ട് കളിച്ചുകൊണ്ടിരുന്ന ഗെയിം ഒരൊറ്റ ഡയലോഗിൽ അനീഷയെ പൊട്ടി പാളീസാക്കി കളഞ്ഞല്ലോ. പക്ഷേ അനുമോളും അനീഷിനെ പോലത്തെ ഒരു ഗെയിമറാണ്, അത് മറക്കണ്ട. അനുമോൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് ഇത് ഗെയിം ആണെന്നും തനിക്ക് കേടുപാടുകളില്ലാതെ തൻ്റെ ഗെയിമിന് കേടുപാടുകളില്ലാതെ കൊണ്ടുപോകണമെന്നും അനുമോൾക്കറിയാം. അത്തരത്തിൽ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ലൈവിൽ. എന്തായാലും അനുമോൾക്ക് പറ്റിയ ആകെ ഓരോരോ അബദ്ധമാണ് പട്ടായ ഗേൾസിനടുത്ത് വീണ്ടും കൂടി. അതാണ് ഒരു പ്രശ്നമായിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അനീഷ് അനുമോളുടെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പട്ടായ ഗേൾസിനോട് കൂടാൻ. എന്തിനാണ് ഇങ്ങനെ വഴക്കിട്ട് കിടക്കുന്നത്, രാവും പകലും എപ്പോഴൊക്കെ അനുമോളെ കിട്ടുന്നു ആ സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഉറച്ച തീരുമാനത്തോടു കൂടി അനുമോള് പറഞ്ഞൊരു കാര്യമാണ്, ഇനിയിപ്പോൾ ഇത്രയും ദിവസമൊക്കെ ആയാലും ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളത്, ഇങ്ങനെ തന്നെ പോട്ടെ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്ത് വെച്ച് സംസാരിക്കാം, എനിക്കിവിടെ അഭിനയിച്ച് നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ അനുമോൾ അനീഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുമോൾ ഒറ്റപ്പെട്ട് തന്നെ നിൽക്കുകയാണ്. പലർക്കും അനുമോളോട് സഹതാപമൊക്കെ തോന്നി തുടങ്ങി. അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് നിവിൻ തന്നെ പോയിട്ട് മിണ്ടി അനുമോൾ അയ്യോ എനിക്ക് പാവം തോന്നുന്നു. കൂടെ മത്സരിക്കുന്ന നിവിന് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് എത്രമാത്രം തോന്നിയിട്ടുണ്ടാവും. അതിൻ്റെ കൂടെയാണ് അനുമോൾ ഇന്നത്തെ ടാസ്കിൽ ഗംഭീര പെർഫോമൻസും കാഴ്ചവെച്ചത്. അനീഷ് ഉറപ്പിച്ചു അനുമോൾ തന്നെ കപ്പടിക്കുന്നത്. അനീഷിന്റെ മനസ്സിൽ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ, അനുമോളുടെ ഗെയിം മാറ്റുക, അതായത് ഒറ്റപ്പെടലുണ്ടല്ലോ അതങ്ങോട്ട് മാറ്റിക്കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് രാവും പകലും ഉറക്കമില്ലാതെയൊക്കെ ആലോചിച്ചു. ഇന്ന് അതിരാവിലെ തോന്നിയൊരു ബുദ്ധിയാണോ എന്ന് അറിയില്ല. അനീഷ് ഇപ്പോൾ അനുമോളടുത്ത് വന്ന് തൻ്റെ പ്രണയം അല്ലെങ്കിൽ തനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞതോടുകൂടി അനുമോൾ ആകെ ടെൻഷനിൽ ആദിലെടുത്ത് പോകുന്നു. ആദിലെടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറയുന്നു. അത് കഴിഞ്ഞ് നൂറെടുത്ത് പോകുന്നു. നൂറെടുത്ത് പോയി കാര്യങ്ങൾ പറയുന്നു. ഇവർ മൂന്നാളും തമ്മിൽ ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇവർ പറഞ്ഞു കൊടുക്കുന്നത് അനീഷിൻ്റെ അടുത്ത് പോയി സംസാരിക്കുമോ, ഇത് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നൊക്കെയാണ് നൂറ് പറയുന്നത്. എന്നാൽ അതെന്തോ ആയിക്കോട്ടെ, അനുമോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എന്തായാലും അവരടുത്ത് ഇനി മിണ്ടില്ല, അവരെനിക്ക് മനസ്സിലായെന്ന്. ഇവർ രണ്ട് ടീമിൻ്റെയും ഗെയിം ഒറ്റയടിക്ക് തകർത്തു കൊടുത്തു. അതായത് ആദില നൂറയും അനുമോളെ വെച്ച് കളിച്ചു. അനുമോളാണെങ്കിൽ ഇവരടുത്ത് കൂടില്ല എന്ന് പറഞ്ഞു ഒരു ഒറ്റപ്പെടലൊക്കെ ആയിരുന്നു. ഇത് മനസ്സിലാക്കിയ അനീഷ് ഒരൊറ്റ ഡയലോഗിൽ എല്ലാത്തിൻ്റെയും ഗെയിം അങ്ങോട്ട് തിരിച്ചു മറിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അനീഷിൻ്റെ ബ്രില്യൻ ഗെയിം തന്നെയാണ്, അത് സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിലൊരു ചതിക്കുഴി ഉണ്ട്. ഇത് അനുമോൾക്ക് മനസ്സിലായിട്ടുണ്ട്. അനുമോൾ പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിയുടെ ഗെയിമിനെ ബാധിക്കില്ലേന്ന്. അത് സൂക്ഷിച്ച് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഇന്ന് വൈകുന്നേരം സംസാരിക്കുമെന്നാണ് പറയുന്നത്. അനീഷ് ചിന്തിച്ച രീതിയിൽ തന്നെ അനുമോൾ അത് ചിന്തിച്ച് മനസ്സിലാക്കി അനീഷിൻ്റെ തിരിച്ചൊൾട്ടയിട്ട് അടിക്കാൻ സാധ്യതയുണ്ട്. അത് ഇന്ന് വൈകുന്നേരം അനുമോൾ സംസാരിക്കുന്നുണ്ട്. ആ സംസാരത്തിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ കിടക്കുന്നത്. അനീഷാണ് ചെറിയൊരു ഗെയിമറൊന്നും അല്ല, ഗെയിം നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ച ഒരാളാണ്. അപ്പോൾ അത് മനസ്സിലാക്കി അനുമോൾ ഇതിനൊരു മറുപടിയായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അനുമോൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ അനുമോൾ ഇത്രയും ദിവസം കളിച്ച കളി ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാണ്ടായി പോകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ് കേട്ടോ അനുമോൾ. ലാലേട്ടൻ വരുമ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് പോകും. കഴിഞ്ഞ ദിവസം തന്നെ കാർ ടാസ്കിൽ അനുമോൾ അനീഷിൻ്റെ മുടി എടുത്ത് കളഞ്ഞ കാര്യമൊക്കെ ലാലേട്ടൻ ഹൈലൈറ്റ് ചെയ്തു. അപ്പോൾ അനീഷിന് മനസ്സിലായി ഈ ഒരു കോംബോ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ഷാനവാസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ലാലേട്ടൻ പറഞ്ഞതിന് ശേഷമാണ് അനീഷ് അത് ഒന്ന് സോഫ്റ്റ് ആയത്. ഷാനവാസ് കരുതിയിരിക്കുന്നത് ഷാനവാസ് അങ്ങോട്ട് ആക്കിയെന്നാണ്. പക്ഷേ ലാലേട്ടൻ വന്ന് പറഞ്ഞതിന് ശേഷമാണ് അനീഷ് ഒന്ന് ഒതുങ്ങിയിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് അനുമോളുടെ കാര്യത്തിലും. ഇങ്ങനൊരു കോംബോ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലൊരു കളി കളിച്ചിരിക്കുന്നത്. യഥാർത്ഥ പ്രണയം ആയിരുന്നെങ്കിൽ ഡ്രൈഡേഡ് എന്ന് പറയായിരുന്നു. ലാലേട്ടൻ വന്ന് പോയി, ആരുമില്ല, ആ ഒരു സമയത്ത് പറയണമെങ്കിൽ ഓക്കെ നമുക്ക് മനസ്സിലാക്കാം ആരും മനസ്സിലെ പ്രണയം തുറന്നു പറഞ്ഞതാണെന്ന്. പക്ഷേ ഇത് അത്തരത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അനുമോൾ ഇത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അനുമോൾ എന്ത് മറുപടി ആയിരിക്കും പറയുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു മറുപടിയും അടുത്ത ഗെയിം അനീഷ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതെങ്ങനെയാണ് ലൈവിൽ വർക്കൗട്ട് ആവാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.